ഒരു ദിവസം എനിക്ക് അറിയിപ്പ് കിട്ടി, സാറ് മരിച്ചുപോയി. ഞാൻ നാട്ടിൽ പോയി. കാരണം എന്നെ കൊണ്ട് നടന്ന് വളർത്തിയ അധ്യാപകരുടെ കൂട്ടത്തിലൊരാളാണ് കേശവപിള്ള സാറ്. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സംഭാവന ചെയ്യുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ചർച്ചയായി. ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് പ്രിൻസിപ്പലായിരിക്കുന്ന തോമസ് മാത്യു എൻ്റെ പ്രിയ ശിഷ്യനാണ്. ആർട്സ് കോളേജിൽ പഠിച്ചതാണ്. പിന്നെ ഇപ്പം മെഡിക്കൽ ഡയറക്ടറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തു. ഞാൻ ഉടൻ തന്നെ തോമസ് മാത്യുവിനെ വിളിച്ചു. തോമസ് മാത്യു, ഇങ്ങനൊരു സംഭവമുണ്ട്. എൻ്റെ അഭിവന്ദ്യ ഗുരുനാഥൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് എൻ്റെ ബോഡി സംഭാവന നൽകണമെന്ന്. എന്താണ് ഇതിൻ്റെ നടപടിക്രമം എന്ന് ചോദിച്ചു. തോമസ് മാത്യു എന്നോട് പറയും, സാർ അതിനെക്കുറിച്ചൊന്നും സാറ് അറിയേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ഗുരുനാഥനെ എൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്, വേണ്ട ആദരവോടെ സ്വീകരിക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തെ അന്ന് തോമസ് മാത്യു എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്വീകരിച്ചത്.